ഇന്ന് നവംബർ 9, 8 OTT റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മോളിവുഡിൽ നിന്നും അടുത്തൊരു സീരീസ് കൂടി ഈ വർഷം OTT റിലീസിനൊരുങ്ങുന്നു. ഹെർ എന്നാണ് മലയാളം സീരീസിന്റെ പേര്. പാർവതി, ഉർവശി, ഐശ്വര്യ രാജേഷ്, രമ്യ നമ്പീശൻ, ലിജോ മോൾ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സീരീസിന്റെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ മാസം തന്നെ റിലീസ് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത മലയാളം സിനിമയാണല്ലോ പല്ലോട്ടി 90s കിഡ്സ്. സിനിമയുടെ OTT അവകാശങ്ങൾ ഒഫീഷ്യലായിട്ട് മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഡിസംബർ മാസത്തോടെ സിനിമ OTT റിലീസ് ചെയ്യും. ഒരു തവറ് ചെയ്താൽ എന്നൊരു തമിഴ് സിനിമ ഇപ്പോഴത്തെ OTT റിലീസ് ആയിരിക്കുകയാണ്. സിംപിളി സൗത്ത് ആണ് സിനിമയുടെ OTT പ്ലാറ്റ്ഫോം. നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസിനൊരുങ്ങുന്ന അടുത്ത ഹിന്ദി സിനിമയുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. തമന്ന ഭാട്ടിയ നായികവേഷത്തിലെത്തുന്ന സിനിമ സിക്കന്ദർ കാ മുകുന്ദർ എന്ന സിനിമ OTT റിലീസായിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 29 ലഭ്യമാകും. ഇന്ന് നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുന്നേ ഗൗതം വാസുദേവ് മേനോൻ ചിത്രീകരിച്ച ഒരു നെറ്റ്ഫ്ലിക്സിന്റെ ഡോക്യുമെന്ററി ചിത്രം കൂടിയാണ് നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ. ഈ വരുന്ന നവംബർ 18 ഈ ഡോക്യുമെന്ററി ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തതും ഒരു നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. വിദേശ സിനിമയാണ്. നവംബർ 6 OTT റിലീസ് ചെയ്ത നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ പേര് മീറ്റ് മീ നെക്സ്റ്റ് ക്രിസ്മസ് എന്നാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ ഈ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. വീഡിയോയിലെ 7ാമത്തെ അപ്ഡേറ്റ് അമരൻ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തിയേറ്ററുകളിലെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത് വൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് കഴിഞ്ഞ ശിവകാർത്തികേയൻ നായകനെ എത്തിയ സായ് പല്ലവി നായികവേഷത്തിലെത്തിയ അമരന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി കൃത്യം 1 മാസത്തിനുള്ളിൽ തന്നെ OTT റിലീസ് ചെയ്യും. മലയാളം ഉൾപ്പെടെയുള്ള പാനന്തൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്ന സിനിമ ഈ നവംബർ മാസം 29 OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമരൻ പോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ മറ്റൊരു ദീപാവലി ചിത്രമാണ് ലക്കി ഭാസ്കർ. ദുൽഖറിന്റെ തിയേറ്ററുകളിലേക്ക് എത്തി ഇപ്പോഴത്തെ 70 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത് മുന്നേറുന്ന സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ നവംബർ 29, അതല്ലെങ്കിൽ ഡിസംബർ 1, അതല്ലെങ്കിൽ ഡിസംബർ 6 ഈ പറഞ്ഞ തീയതികളിൽ ഏതെങ്കിലും ഒന്നിൽ റിലീസ് ചെയ്യുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള പാനന്തൻ ഭാഷകളിൽ തന്നെയാണ് ലക്കി ഭാസ്കർ എന്ന പാനന്തൻ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാകുക. അപ്പോൾ കാത്തിരിക്കാം കൂടുതൽ OTT അപ്ഡേറ്റുകൾക്ക്.